നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആഭ്യന്തരം, വിദേശകാര്യം, പ്രതിരോധം തുടങ്ങി സുപ്രധാന വകുപ്പുകൾ കൈവശം വയ്ക്കുക 240 സീറ്റിൽ ജയിച്ച BJP തന്നെയാകും. അമിത് ഷാ, എസ് ജയശങ്കർ, രാജ്നാഥ് സിംഗ് തുടങ്ങിയ മുതിർന്ന നേതാക്കൾ മന്ത്രിമാരായി തുടരും. കേരളത്തിൽ ആദ്യമായി BJPക്ക് അക്കൗണ്ട് തുറന്ന സുരേഷ് ഗോപിയെ മന്ത്രിസ്ഥാനത്തിന് പരിഗണിക്കാതിരിക്കില്ല. വി മുരളീധരന്റെ രാജ്യസഭാംഗത്വം അവസാനിച്ചതിനാലും ലോക്സഭയിലേക്ക് ആറ്റങ്ങൾ പരാജയപ്പെട്ടതിനാലും അദ്ദേഹത്തെ ഉടൻ മന്ത്രിയാക്കാനിടയില്ല. തിരുവനന്തപുരത്ത് മികച്ച പോരാട്ടം കാഴ്ചവെച്ച രാജീവ് ചന്ദ്രശേഖരന് സുപ്രധാന വകുപ്പുകൾ ലഭിക്കാനാണ് സാധ്യത. BJPക്ക് മാത്രമായി കേവല ഭൂരിപക്ഷമില്ലാതെ രൂപവത്കരിക്കപ്പെടുന്ന മൂന്നാം മോദി സർക്കാരിൽ സ്പീക്കറും മന്ത്രിമാരും ഉൾപ്പെടെ പല സുപ്രധാന പദവികളിലും സഖ്യകക്ഷികൾ ഇടം പിടിക്കും. 16 സീറ്റുള്ള ചന്ദ്രബാബു നായിഡുവിന്റെ TDPയും 12 സീറ്റുള്ള നിതീഷ് കുമാറിന്റെ JDUവുമായിരിക്കും വിലപേശലിൽ മുന്നിലുണ്ടാവുക. ഇതോടൊപ്പം 15 സഖ്യകക്ഷികളും സ്ഥാനമാനങ്ങൾ ആവശ്യപ്പെടുന്നതിൽ പിന്നാക്കം നിൽക്കില്ല. ഏറ്റവും വലിയ സഖ്യകക്ഷിയായ TDP മന്ത്രിസ്ഥാനങ്ങൾക്ക് പുറമെ സ്പീക്കർ പദവിയും ചോദിക്കുന്നുണ്ടെന്നാണ് സൂചന. അതിനു വഴങ്ങിയാൽ മോദി സർക്കാരിൽ ആദ്യമായി BJP ഇതര സ്പീക്കർ ഉണ്ടാവും. കൂടാതെ ക്യാബിനറ്റ് ഉൾപ്പെടെ 3 മന്ത്രിസ്ഥാനമെങ്കിലും TDPക്ക് നൽകേണ്ടി വരും. എപ്പോൾ വേണമെങ്കിലും മറുകണ്ഠം ചാടാൻ മടി കാണിക്കാത്ത ചരിത്രമുള്ള നിതീഷിനെ പിണക്കാതിരിക്കാനും BJP ശ്രദ്ധിക്കും. 2 ക്യാബിനറ്റ് ഉൾപ്പെടെ 4 മന്ത്രിസ്ഥാനമാണ് JDU ചോദിക്കുന്നത്. ഒപ്പം നിതീഷിന്റെ മുഖ്യമന്ത്രി പദവിക്ക് തടസ്സമുണ്ടാകില്ലെന്ന ഉറപ്പും ചോദിക്കും. 7 സീറ്റുള്ള ശിവസേന, ഷിൻഡെ വിഭാഗം, 5 സീറ്റുള്ള ചിരാഗ് പാസ്വാന്റെ LJP എന്നിവയാണ് കൂടുതൽ അവകാശം ഉന്നയിക്കാവുന്ന മറ്റു കക്ഷികൾ. 1 ക്യാബിനറ്റ് ഉൾപ്പെടെ 2 മന്ത്രിസ്ഥാനമാണ് ചിരാഗ് ചോദിക്കുകയെന്നാണ് അനൌദ്യോഗികമായി അദ്ദേഹവുമായി അടുപ്പമുള്ളവർ പറയുന്നത്. 2 സീറ്റ് വീതമുള്ള ജനസേവാ പാർട്ടി, ജനതാദൾ, എസ് രാഷ്ട്രീയ ലോക്ദൾ എന്നിവയ്ക്കും മന്ത്രിസ്ഥാനങ്ങൾ നൽകേണ്ടി വരുമെന്ന് ഉറപ്പാണ്. അത് കഴിഞ്ഞാൽ ഓരോ അംഗങ്ങൾ വീതമുള്ള 8 പാർട്ടികളാണ് LDLuള്ളത്. അവർ ഓരോരുത്തരും മന്ത്രിപദം ചോദിക്കാതിരിക്കില്ല. അതിൽ ബീഹാറിലെ ഹിന്ദുസ്ഥാനി അവാം മോർച്ച നേതാവ് ജിതാൻ റാം മാഞ്ചി മന്ത്രിസ്ഥാനം ചോദിച്ചതായാണ് റിപ്പോർട്ടുകൾ. നിതീഷ് കുമാറിന്റെ JDU ഉൾപ്പെടെ സംസ്ഥാനത്തെ BJPയുടെ സഖ്യകക്ഷികൾക്ക് 18 സീറ്റ് നേടാനായത് കേന്ദ്രഭരണത്തിൽ ബീഹാറിന് നേട്ടമാകും. സംസ്ഥാനത്തെ 3 സഖ്യകക്ഷികളിൽ നിന്നായി 6 പേരെങ്കിലും മന്ത്രിമാരാവണമെന്നാണ് സാധ്യത. നിലവിൽ BJP നേതാക്കളായ ഗിരിരാജ് സിംഗും RK സിംഗും നിത്യാനന്ദ് റായിയുമാണ് ബീഹാറിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ. BJPയിൽ സമ്മർദ്ദം ചെലുത്തി കേന്ദ്രത്തിലും സംസ്ഥാനത്തും തന്റെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ഇതാണ് മികച്ച സമയമെന്ന് നിതീഷ് കണക്കുകൂട്ടുന്നു. 2 ക്യാബിനറ്റ് ഉൾപ്പെടെ 4 കേന്ദ്രമന്ത്രി സ്ഥാനം JDU ആവശ്യപ്പെടുമെന്നാണ് അറിയുന്നത്. തന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് BJPയിൽ നിന്ന് ഭീഷണി ഉണ്ടാവില്ലെന്ന ഉറപ്പും നിതീഷ് വാങ്ങിക്കും. മറ്റ് സഖ്യകക്ഷികളായ ചിരാഗ് പാസ്വാന്റെ LJPയും ജിതാൻ റാം മാഞ്ചിയുടെ HAMഉം മത്സരിച്ച മുഴുവൻ സീറ്റിലും ജയിച്ചു. മുൻ കേന്ദ്രമന്ത്രി രാംവിലാസ് പാസ്വാന്റെ മകനായ ചിരാഗ് പാസ്വാൻ മന്ത്രിസഭയിലെത്തുമെന്ന് ഉറപ്പാണ്. അതിനൊപ്പം ഒരു സഹമന്ത്രി സ്ഥാനം കൂടി ചിരാഗ് ചോദിക്കുന്നുണ്ട്. ആദ്യമായി ലോക്സഭയിലെത്തുന്ന മുൻ മുഖ്യമന്ത്രി കൂടിയായ ജിതാൻ റാം മാഞ്ചിക്കും മന്ത്രിസ്ഥാനം ഏതാണ്ട് ഉറപ്പാണ്. ബീഹാറിൽ BJPയേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് JDU ആണ്. BJP 17 സീറ്റിലാണ് മത്സരിച്ച് 12 സീറ്റ് നേടിയത്. 16 പോരാടിയാണ് JDU 12 മണ്ഡലങ്ങളിൽ ജയിച്ചത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.